പഴയ കാലത്തെ ഒരു രാഷ്ട്രീയമുണ്ട്. കക്ഷത്തിലൊരു ഡയറിയും ഇടുക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങും. അതാണ് രാഷ്ട്രീയക്കാരൻ്റെ ഒരു സിമ്പൽ ലക്ഷണം. പക്ഷേ പുതിയ കാലത്തിൽ അതൊക്കെ മാറിയിരിക്കുക. അതൊക്കെ പുതുതലമുറ അവരെയൊക്കെ നിരസിച്ചു. ഒരു ഹൈടെക്കായി നിൽക്കുന്നവരെ തന്നെയാണ് പുതിയ കാലത്തെ രാഷ്ട്രീയം അംഗീകരിക്കുന്നത്. ഇപ്പം BJP-യിൽ രാജീവ് ചന്ദ്രശേഖർ ആയാലും, അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സിൽ ശശി തരൂരോ മാത്യു കുഴൽനാടൻ, ഇവരൊക്കെ ആ ഒരു റേഞ്ചിൽ വരുന്നവരാണ്. ഷാഫി പറമ്പിൽ, ഇവരൊക്കെ അങ്ങനെയല്ലേ? അതായത് ഒരു ആദർശ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിൽ സോഷ്യലിസം വരിക, കമ്മ്യൂണിസം വരിക, വിപ്ലവം കൊണ്ടുവരിക, അതിനൊരു ആദർശ രാഷ്ട്രീയമാണ്. ഉടനെ ഭരണമില്ല, കൂടെ ഭരണത്തിൻ്റെ കഥയില്ല, വികസന രാഷ്ട്രീയവും ഇല്ല. കോൺഗ്രസ്, ഗാന്ധിസം, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതെല്ലാം അസ്തമിച്ചു കേരളത്തിൽ. ഇനി ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിന് ഒരു സ്കോപ്പില്ല. ആളുകൾ ഐഡിയോളജി പറഞ്ഞ് വിളിക്കാനും പറ്റത്തില്ല. നിങ്ങൾ ആദർശപരമായി ജീവിക്കൂ, നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിക്കൂ, കുറച്ച് അങ്ങനെ പറഞ്ഞിട്ട് കിട്ടത്തില്ല, ആരെയും കിട്ടത്തില്ല. ആ കാലം പോയി. പ്രത്യേകിച്ച് നേതാക്കളും എങ്ങനെയായിപ്പോയി. സുഖലോലുപതയുടെ പറുദീസയിൽ ജീവിക്കുന്നവരാണ് എല്ലാ നേതാക്കളും. മിനിമം ഒരു ഐഫോണെങ്കിലും ഇല്ലെങ്കിൽ നേതാവില്ല. ഈ ഡയറി എന്ന് പറയുന്നതിൻ്റെ സ്വഭാവമൊക്കെ മാറി, പേജറായിപ്പോൾ. പഴയ കച്ചത്തെ ഡയറിക്ക് വരും എല്ലാ വാട്സപ്പിലും പേജറും ഒക്കെ ആയിട്ട് ഡയറിയും ഈ പിങ്ങിയ ഷർട്ടുകളും. അതെ, അതെല്ലാം ഇപ്പം അതിൻ്റെ കംപ്ലീറ്റ് ഹൈടെക് ആയല്ലോ. അപ്പം ഡെവലപ്മെൻ്റൽ പൊളിറ്റിക്സിലേക്ക് മാറി. വെൽഫെയർ പൊളിറ്റിക്സ് പോലും ഇല്ല. നിങ്ങളത് മനസ്സിലാക്കണം. വെൽഫെയർ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നെങ്കിൽ ആശാ വർക്കേഴ്സിൻ്റെ സമരം ഇതിനു മുമ്പേ ഒത്തീർപ്പാക്കുമായിരുന്നു. ക്ഷേമരാഷ്ട്ര സങ്കല്പം ഉണ്ടല്ലോ, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കെല്ലാം ക്ഷേമം വന്നിട്ട് ഒരു ക്ഷേമരാഷ്ട്രം ഉണ്ടല്ലോ, അതും പോയി. ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് ഇല്ല, വെൽഫെയർ സ്റ്റേറ്റിൻ്റെ കൺസെപ്റ്റ് ഇല്ല, ഡെവലപ്മെൻ്റൽ കൺസെപ്റ്റാണ്. അതാർക്ക് ഗുണം കിട്ടിയാലും എന്ത് മതി? ഡെവലപ്മെൻറ്റ് മതി. ചിലപ്പോൾ കിട്ടുന്ന വൻകിട മുതലാളിമാർക്കായിരിക്കും, അതൊന്നും വിഷയമല്ല. ഇവിടെ എന്ത് മതി? ഡെവലപ്മെൻറ്റ് മതി. അത് സർക്കാരിലാവാം, സ്വകാര്യമാവാം, സർക്കാർ സ്വകാര്യ പങ്കാളിത്തമാവാം, സർക്കാർ സ്വകാര്യ പഞ്ചായത്ത് PPP ആവാം. ഇപ്പോൾ അതൊക്കെയാണ് പറയുന്നത് പുതിയ തിയറി. പിന്നെ റോഡ് പണിതാൽ ടോൾ വയ്ക്കാം, ബൂത്ത് പിരിക്കാം, കൂടുതൽ നികുതി ഏർപ്പെടുത്താം, കറണ്ട് ചാർജ് കൂടുതൽ മേടിക്കാം, വാട്ടർ ചാർജ് കൂടുതൽ മേടിക്കാം. എന്ത് മതി നമുക്ക്? ഡെവലപ്മെൻറ്റ് മതി. മറ്റേ രണ്ടും പോയി. ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് പോയി. ഇപ്പോൾ ആരെങ്കിലും രാഷ്ട്രീയം പറയാറുണ്ട്? മറ്റ് ചായക്കടയിലൊക്കെ ഇരുന്ന് എന്തോരം രാഷ്ട്രീയമാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റമൊക്കെ പറയും, അല്ലെങ്കിൽ കോൺഗ്രസ്സൊക്കെ പറയും. ഇപ്പോൾ ആരെങ്കിലും പറയാറുണ്ട്? അല്ല, അത് അവരൊരു വലിയ ചർച്ചയായിരുന്നില്ല. ലൈബ്രറികൾ, വായനശാലകൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്തു. നാട്ടുംപുറത്തെ വായനശാലകൾ എല്ലാം ഇതായിരുന്നില്ല. അതെല്ലാം പോയില്ലേ സാറേ? ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ 4 വരിപ്പാതകൾ, 8 വരിപ്പാത, മറ്റേ കെയിൽ റെയിൽ. പിന്നെ അല്ല, ഇപ്പോൾ പറയാനുള്ള രാഷ്ട്രീയം മുഴുവൻ അവരവരുടെ ഫേസ്ബുക്ക് പേജിലും അത് എന്താണ് എഴുതുന്നത്? ന്യായീകരണ രാഷ്ട്രീയമാണ് കൂടുതൽ എഴുതുന്നത്. അല്ല, കറക്റ്റ് പൊളിറ്റിക്സ് അല്ലല്ലോ. ഇപ്പോൾ ഒരു CPM കാരനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയ്യുന്ന എല്ലാ തെറ്റുകളെയും ശരികളെയും എല്ലാം ന്യായീകരിച്ചുകൊണ്ട് താഴോട്ട് എഴുതും. BJP ആണെങ്കിൽ അങ്ങനെ എല്ലാം. അല്ലാതെ ഇതിനൊരു പൊളിറ്റിക്കൽ ചർച്ചയില്ല. സഹാവ് ചെയ്യുന്ന തെറ്റാണ്, സുഹൃത്ത് ചെയ്യുന്ന തെറ്റാണ്, പാർട്ടിയുടെ നിലപാട് ശരിയല്ലെന്ന് ഏതെങ്കിലും ഒരു പോസ്റ്റ് സാർ കാണാറുണ്ട്? എതിരാളിയുടെ വരും. അല്ലാതെ എതിരാളിയും ചെയ്യുന്നതാണ് തെറി പറയലാണ്. എനിക്ക് തോന്നുന്നു ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാർക്ക് അതുകൊണ്ടാണ് ശശി തരൂരിനെയൊക്കെ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. തീർച്ചയായിട്ടും വരും. ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ്റെ വിഷയവും വരും. അല്ല, രാജീവ് ചന്ദ്രശേഖർ ഇപ്പം 10-60 വയസ്സായി കാണുമെന്ന് എനിക്ക് പിന്നെ 60 വയസ്സാവും. അദ്ദേഹവും പക്ഷേ ഒരു പുതിയ കാലത്തിലെ ഒരു രാഷ്ട്രീയ മുഖമായിട്ടാണ് നിൽക്കുന്നത്. പുള്ളി ഇന്നലെ പറഞ്ഞല്ലോ, ഡെവലപ്മെന്റൽ പൊളിറ്റിക്സ് ആണ് എൻ്റെ അജണ്ട, മറ്റെനിക്ക് വർഗീയതയോ മറ്റു കാര്യങ്ങളോ. ഇപ്പോൾ ഗവർണറുടെ വിഷയമൊക്കെ ചോദിച്ചു, സവർക്കറിൻ്റെ വിഷയം ചോദിച്ചു. എനിക്ക് അതൊന്നൊരു വിഷയമൊന്നുമില്ല, ഞാൻ അതിനൊന്നും പ്രതികരിക്കാൻ പോലും. എൻ്റെ വിഷയം എന്താണ്? യൂത്ത് ഡെവലപ്മെൻറ്റ്, വെൽഫെയർ. അല്ല, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അത് തന്നെയാണ് ഹൈടെക്കാണ് പുള്ളി പറയുന്നത് ഹൈടെക്കാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ രാഷ്ട്രീയത്തിന് സ്കോപ്പില്ല, പുതിയ തലമുറയ്ക്ക് താല്പര്യമില്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ വോട്ട് ചെയ്യേണ്ടതാരാ? 2K കിഡ്സാണ്. 2000 കിഡ്സാണ്. ഇപ്പോൾ 25 വയസ്സായി, 25 വർഷം കഴിഞ്ഞു. ആ കിഡ്സാണ് ഇപ്പോൾ വോട്ട് ചെയ്യേണ്ടത്. 2K കിഡ്സിന് എന്തില്ല? ഈ പൊളിറ്റിക്സിനോട് താല്പര്യമില്ല. മനസ്സിലായില്ലേ സാറിന്? അവർക്ക് ഒരേ സമയം പിന്നെ 2 പാർട്ടിയിൽ നിൽക്കുന്ന 2 പേരെ അവർക്ക് ഇഷ്ടമായിട്ട് വരും. ഉദാഹരണം പറയാം, BJP നിൽക്കുന്ന യൂത്തിനെയും ചില യുവാക്കളെ അവർക്ക് ഇഷ്ടമുണ്ട്, കോൺഗ്രസ്സിൽ നിൽക്കുന്ന യുവാക്കളെയും അവർക്ക് ഇഷ്ടമുണ്ട്, CPM-ൽ നിൽക്കുന്ന യുവാക്കളെ ഇഷ്ടമുണ്ട്. അങ്ങനെ അവർ സെലക്റ്റീവാണ് കുട്ടികളിപ്പോൾ വളരെ സെലക്റ്റീവാണ്. അല്ലാതെ ഇന്ന പാർട്ടിയുടെ ആശയം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ആശയം, കോൺഗ്രസ് അതിൻ്റെ ആശയം, അങ്ങനെയൊക്കെ ആ കാലം പോയി. അത് അസ്തമിച്ചു പോയി. ഇനിയിപ്പോൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നു, പിന്നെ കൂടുതൽ യുവത്വത്തിൻ്റെ കാര്യം ആരെ അഡ്രസ്സ് ചെയ്യുന്നു. ഇതിലേക്ക് പോയി പൊളിറ്റിക്സ്. അതിന് ഗുണമുണ്ടോ ദോഷമുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം.
അത് വേറെ ചർച്ചയാണ്. പക്ഷേ അതിലേക്ക് പോയി. അല്ല, നമ്മുടെ ഈ പുതിയ തലമുറയിലെ അവരിവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും വിശകലനം പത്രം വായിക്കുക പോലും ഇല്ലല്ലോ. അവരോട് ഇപ്പോൾ മഹാത്മാഗാന്ധി കാണിച്ചിട്ട് ആരെന്ന് ചോദിച്ചാൽ രാജീവ് ഗാന്ധി എന്ന് പറഞ്ഞ പിള്ളേരാ. അല്ല, ഇവിടുത്തെ രാഷ്ട്രീയം ഉൾക്കൊള്ളാനും ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയാണ് അവർ വിദേശത്ത് പോകുന്നത്. ഇവിടെ 60% കുട്ടികൾ 70% കുട്ടികൾ ഇപ്പം 18 വയസ്സ് കഴിഞ്ഞ് 70% കുട്ടികൾ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർത്തില്ല. ഇവരെ അന്തം വിട്ടിരിക്കുകയാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ പേടിച്ചിരിക്കുകയാണ്. ഇതെന്താ വോട്ട് ചേർക്കാത്ത കുട്ടികൾ വോട്ട് ചേർക്കുന്നില്ല, കുട്ടികൾ ചേർക്കുന്നില്ല. കാര്യം എന്താ? അവർക്കിതിൽ താല്പര്യമില്ല. അവരോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇതിലും താല്പര്യം, ഞങ്ങൾക്ക് പണം ഉണ്ടാക്കുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, വേറെ ലോകത്താണ് അവർ. അതിവിടെ ആയാലും കുഴപ്പമില്ല, അമേരിക്കയിലായാലും കുഴപ്പമില്ല, ജർമ്മനിയിലായാലും കുഴപ്പമില്ല, ഈ ഭൂമിയിൽ എവിടെ ആയാലും കുഴപ്പമില്ല. നമ്മുടെ രാഷ്ട്രീയം എങ്ങനെ മാറുന്നു എന്ന് അവർക്ക് വലിയ അവരതിനകത്ത് ബോധേടല്ല. അവർക്ക് പലരെ അറിഞ്ഞുപോലും കൂടാ. നമ്മുടെ പ്രസിഡന്റിൻ്റെ പടം കാണിച്ചു കൊടുത്തിട്ട് അവരോട് ചോദിച്ചു നോക്കി സാറേ, അവർക്കറിയത്തില്ല കുട്ടികൾക്ക്. നമുക്ക് ഞാൻ പറഞ്ഞ ABCയോ MMO ഒക്കെ ഒരു സർവേ നടത്തി നോക്കുക പബ്ലിക്കിൻ്റെ ഇടയ്ക്ക് ഇറങ്ങി. അവർക്കിതൊന്നും അറിയത്തില്ല. അവർ പത്രം വായിക്കുന്നില്ല. പത്രം വായിച്ചിട്ട് എത്ര ദിവസമാകും കുട്ടികൾ? അവരാകപ്പാടെ എന്തെങ്കിലും നോളജ് വേണമെങ്കിൽ എവിടെ കയറും? യൂട്യൂബിൽ കയറും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ കയറും, അല്ലെങ്കിൽ ഗൂഗിളിൽ കയറും, നോളജ് എടുക്കും, അടിച്ച് പൊളിച്ച് പൈസ ഉണ്ടാക്കും, ജീവിക്കും, ഡെവലപ്മെൻറ്റിന്. അവർക്കിതൊന്നും ഒരു വിഷയമല്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ രാഷ്ട്രീയം, ചെറുപ്പക്കാരുടെ രാഷ്ട്രീയം വേറെയാണ്. ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തും കൊണ്ടുവരുന്നതാണ് ഡെവലപ്മെൻറ്റ്. അല്ലാതെ മഹാപുരുഷത്തിന് ഗുണമുണ്ടാവോ, പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാവോ, ഈ ചിന്തയൊന്നുമില്ല. സാറിന് ഞാൻ പറഞ്ഞ് മനസ്സിലായി. പണ്ടങ്ങനെ അല്ലല്ലോ. ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുമ്പോൾ പരിസ്ഥിതിക്ക് ദോഷമുണ്ടോ എങ്കിൽ ആ ഡെവലപ്മെൻറ്റ് വേണ്ട. ഭൂരിപക്ഷത്തിന് ദോഷം വരുമോ എങ്കിൽ ആ ഡെവലപ്മെൻറ്റ് വേണ്ട. ഇപ്പോൾ ബ്രൂവറി, അതും ഡെവലപ്മെൻറ്റാണ്. പാലക്കാട് വരുന്ന ബ്രൂവറിയും ഡെവലപ്മെൻറ്റാണ് നമ്മളെ കൺസെപ്റ്റ് അനുസരിച്ച്. പാരിസ്ഥിതിക പ്രശ്നം ജനങ്ങളെ കൂടുതൽ മദ്യപിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. മദ്യപാന ഷാപ്പ് ഒരുപാട് എല്ലായിടത്തും മദ്യപാന ഷാപ്പ് തുടങ്ങുകയും മദ്യം സുലഭമായി കിട്ടിയാൽ കൂടുതൽ ആളുകൾ കൂടുതൽ കുടിക്കും. ലഹരി പദാർത്ഥം സുലഭമായി കിട്ടിയാൽ കൂടുതൽ ആൾ ഉപയോഗിക്കും. പക്ഷെ അതും വികസനമാണല്ലോ സാറേ. ചാരായ ഷാപ്പ് ബാറായാലും എന്താണ്? ചാരായ ഷാപ്പ് മാറി ഹോട്ടലാവുമ്പോഴാണ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, ഐഡിയോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ചാരായ ഷാപ്പ് ബാറാകുമ്പോൾ സാധാ ഡെവലപ്മെൻറ്റ്, അതും ഡെവലപ്മെൻ്റ് അല്ലേ? ആളുകൾക്ക് സുഖമായിട്ടിരുന്ന് കുടിക്കാം, നല്ല കൗണ്ടറായി, അതും ഡെവലപ്മെൻ്റ് അല്ലേ? ഹോട്ടൽ പോയി നല്ല ബാർ ഹോട്ടലാകുമ്പോൾ ഡെവലപ്മെൻ്റ് അല്ലേ? അതും ഡെവലപ്മെൻറ്റാണ്. ബട്ട് ഡെവലപ്മെൻറ്റിൻ്റെ കൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. 2 കൺസെപ്റ്റാണ് പറഞ്ഞത്. ഒന്ന് സാധാരണ ഒരു ചാരായ ഷാപ്പ്, അതെന്താക്കി ബാറാക്കി, അതും ഡെവലപ്മെൻറ്റാണ്, വലിയ ഡെവലപ്മെൻറ്റാണ്. അതേസമയം ഒരു സാധാരണ സ്ഥാപനം അത് വേറൊരു ഫാക്ടറി ആക്കി, അതും ഡെവലപ്മെൻറ്റാണ്. തൊഴിലാളികൾക്ക് മാന്യമായ ശമ്പളം കൊടുക്കുന്നു, ഡെവലപ്മെൻറ്റാണ്. തൊഴിലാളികളെ ഈ ആശാ വർക്കേഴ്സുമാരെ എടുക്കും പോലെ പീസ് വർക്കിന് എടുക്കുന്നു, അതും ഡെവലപ്മെൻറ്റാണ്. ഇപ്പോൾ ടെക്നോ പാർക്ക് ഡെവലപ്മെൻറ്റാണ്. ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് ഉള്ള സ്ഥലമാണ് ടെക്നോ പാർക്ക്. പക്ഷേ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് ഉള്ള സ്ഥലമല്ല. കാരണം അവിടെ എന്തില്ല? പെൻഷൻ ഉണ്ടോ? എന്തുകൊണ്ടാണ് അവർ പെൻഷൻ ബഹളം ഉണ്ടാക്കാത്ത കുട്ടികൾ? ആശാ വർക്കേഴ്സിനെ പോലെ തന്നെ അവരും കുറച്ച് ശമ്പളം കൂടുതൽ കിട്ടുന്നു. ഇപ്പോൾ ഇവിടെ 10,000 കിട്ടുമ്പോൾ 7,000 കിട്ടുമ്പോൾ അവർക്ക് 70,000 കിട്ടുന്നു. അതുകൊണ്ടാണ് അവർ ബഹളം ഉണ്ടാക്കാത്തത്. പക്ഷേ പർട്ടിക്കുലർ ഏജ് കഴിയുമ്പോൾ അവർ പുറത്തു പോകും. അവർക്ക് PF ഉണ്ടോ? പെൻഷൻ ആനുകൂല്യം ഉണ്ടോ? ഒന്നുമില്ല. ടെക്നോ പാർക്കിൽ വല്ലതും ഉണ്ടോ? പിഴിയാവുന്നത് മുഴുവൻ മാക്സിമം പിഴിയുന്നു. ചൂഷണത്തിൻ്റെ മൂർത്തിഭാവമല്ലേ അവിടെ? അത് ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ്. ഡെവലപ്മെൻറ്റ് മതി. കുറേ ക്ഷേമകാര്യങ്ങളും കൂടി കൊടുത്ത് എല്ലാം സ്ട്രിക്റ്റാക്കി വളരെ കൃത്യമായി കൊണ്ടുപോകുന്നത് വെൽഫെയർ പൊളിറ്റിക്സ്. എല്ലാവരെയും ഉൾക്കൊണ്ട് പോകുന്നത് ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ്. നമുക്കിപ്പോൾ ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് വേണ്ട, വെൽഫെയർ പൊളിറ്റിക്സും വേണ്ട. നമുക്ക് ഏത് മതി? ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ് മതി. വികസനം വേണം. അതെന്ത് വന്നിട്ടാവട്ടെ, വൻകിട മാളുകൾ വന്നിട്ടാവട്ടെ, മാളിൽ വനിതകൾക്ക് കൊടുക്കുന്നത് 500 രൂപയായിരിക്കും. സാറ് പോയിന്റ് മനസ്സിലായില്ലേ? വൻകിട ടെക്സ്റ്റൈൽ വരും, വലിയ വികസനമാണ്. പക്ഷെ അവിടെ പെൺകുട്ടികൾക്ക് ഇരിക്കാവില്ല. 24 മണിക്കൂറും അല്ലെങ്കിൽ 18 മണിക്കൂറും അല്ലെങ്കിൽ 12 മണിക്കൂറും നിന്ന് ജോലി ചെയ്യണം. അതാണ് ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സ്. മറ്റത് അവർക്ക് ഇരുന്നും കൂടെ ജോലി ചെയ്യാൻ പറയുമ്പോൾ വെൽഫെയർ പൊളിറ്റിക്സായി. ഞാൻ വേറെ ക്ലാസിഫിക്കേഷൻ സാറിനോട് പറയുന്നത് വെൽഫെയർ പൊളിറ്റിക്സായി. അവരുടെ എല്ലാ ആനുകൂല്യങ്ങളൂടെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ലാഭത്തിൻ്റെ വിഹിതം കൂടി തൊഴിലാളികൾക്ക് കൊടുക്കുമ്പോൾ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റായി. ഈ വ്യത്യാസമുണ്ട് സാർ. പണ്ട് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടത്. അതായത് പൊളിറ്റിക്കൽ ഐഡിയോളജിക്കൽ പാർട്ടിയുടെ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടത്. അത് മാറി വെൽഫെയറിലേക്ക് പോയി. അതും മാറി ഇപ്പം വെറും ഡെവലപ്മെൻ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ മാറി. അത് വലിയ ചൂഷണമല്ലേ സാറേ? രാജ്യം വികസിക്കുകയൊക്കെ ചെയ്യും, വൻകിട കെട്ടിടം വരും, എല്ലാ സംവിധാനങ്ങളൊക്കെ വരും. പക്ഷേ ഒരു അധസ്ഥിത വിഭാഗം ഇങ്ങനെ അതല്ല കാണുന്നില്ല. നമ്മൾ ആശാ വർക്കേഴ്സും അത് ബോധറേഷൻ ഇല്ലല്ലോ ആർക്കും സാറേ. അവർ സമരം ചെയ്യുന്ന കുറേ ആളുകൾ പറയുന്നു എന്നുള്ളതല്ലാതെ അംഗൻവാടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഡെവലപ്മെൻറ്റൽ പൊളിറ്റിക്സിലേക്ക് കാലം മാറുന്നു. ഐഡിയോളജിക്കൽ പൊളിറ്റിക്സിൻ്റെ കാലം അറിഞ്ഞോ അറിയാതെയോ അവസാനിച്ചുകൊണ്ടേയിരിക്കും.
നന്മയാണോ തിന്മയാണോ എന്ന് ലോകം കാലവും വിലയിരുത്തും, നാളത്തെ കാലം വിലയിരുത്തും. ഇത് ശരിയാണോ തെറ്റാണോ.